മതിയായി. ഇവന്മാര് മോടയാ. ഗൈസ്, ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടും. അതുകൊണ്ട് ആരും അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ട് പോകരുത്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെൻഡോയും നമ്മുടെ കൂട്ടുകാരൻ്റെ സിറ്റിയുമായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ അവൻ്റെ വണ്ടിയുടെ കാര്യങ്ങളും എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അവൻ വരുന്നവരെ കുറച്ച് സമയം പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കാണിക്കാം. 2012 മോഡൽ വെൻഡോ 1.6 TDI. പിന്നെ കിറ്റ് ഞാൻ ഈയിടയ്ക്ക് ചെയ്ത GTയുടെ, പക്ഷേ ലോഗോ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് കൊല്ലത്ത് എവിടെയെങ്കിലും പോയിട്ട് വീടെടുക്കാനാണ് വിചാരിക്കുന്നത്. ഇതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇനി അവൻ വന്നിട്ട് നേരെ കൊല്ലത്തോട്ട് പോയേക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ നബീലിൻ്റെ വണ്ടി. ഇതാണ് നബീൽ. ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ എന്തോരം പാടുപെടണം. നല്ലൊരു സ്പോട്ടും കിട്ടുന്നില്ല. കിട്ടിയ സ്ഥലത്തിട്ട് വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. വീഡിയോയിൽ മെയിനാവാൻ വന്നിട്ടുണ്ട്. ഇവിടെ പാതി വെച്ച് ആരോ കടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആദ്യം ഓരോ വണ്ടികളുടെ വീഡിയോ വെച്ചെടുത്തിട്ട് പിന്നെ ഒന്നിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചു. ഇത് നമ്മുടെ കൊല്ലം ആസാം സൈഡിലുള്ള ഒരു കായൽവാരം കേട്ടോ. ചേട്ടൻ ചൂണ്ടയൊക്കെ ഇട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടി വരാനുള്ള ഡിലേ ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് എൻ്റെ വണ്ടിയിൽ ഞാൻ ഇനിയിപ്പം ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഇപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു ലോവറിങ് സ്പ്രിങ് ഇടണം. സ്പ്രിങ്ങിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ഈ വീൽസ് ചിലപ്പോൾ ഞാൻ ഈ മാസം ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇടും. കാരണം ഇതിപ്പോൾ എടുത്തിട്ടിട്ട് ഒത്തിരി നാളായി. എനിക്കവരത് മാറ്റും. പിന്നെ ഹെഡ് ലൈറ്റും ചേഞ്ച് ചെയ്യണം. ഇത്രയാണ് ഇതിൽ ഇനിയിപ്പം ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒരു മാസത്തിനകത്ത് അതെല്ലാം ചെയ്തിട്ട് ഒരു ഷൂട്ട് കൂടി ചെയ്യണം. വീഡിയോ എടുക്കാൻ ഒരു സ്പോട്ട് നോക്കി നമ്മൾ ഇറങ്ങിയിട്ട് ഇതുവരെ നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. ആസാം കായലിൻ്റെ അടുത്തൊക്കെ വന്നിട്ടും അവിടെ ഒന്നും ലൈറ്റിങ്ങും ഒന്നും കറക്റ്റ് അല്ല. അതുകൊണ്ട് ഇനിയിപ്പം അപ്പുറത്ത് നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തൊരു കായൽവാരമുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കാം. One hour later. കുറേ നേരം തപ്പിയിട്ട് സ്പോട്ട് കിട്ടി. ഇവിടെ ആണെങ്കിൽ ഈ പട്ടികൾ ശരിയായി. അപ്പുറത്തുള്ളവന്മാർ നല്ല കോപ്പറേഷനാണ്. ഇവന്മാർ മോടയാ. ഇതിൽ സ്പ്രിങ് ഇടാത്തതിൻ്റെ ഒരു കുറവുണ്ട്. അതും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചെയ്യാം. പിന്നെ നമ്മുടെ നബീലിൻ്റെ സിറ്റിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ഇടാം. കാരണം ഇതിൽ കുറച്ച് പറയാനുണ്ട്, കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറയാം. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇടാം. വീഡിയോ എടുത്തെടുത്ത് മരിക്കുന്ന നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഒതുങ്ങിയിരുന്നു. ഇനി അവന്മാർ വീഡിയോ എടുത്തോളൂ. ഗൈസ്, വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ റണ്ണിങ് ഷോട്ട് എടുക്കാനായിട്ട് ഇപ്പം തേവള്ളി പാലത്തിലോട്ട് വന്നിട്ടുണ്ട്. നല്ല വെയിൽ അല്ലേ, അടിപൊളി വെയിൽ. വാവ്, ഫണ്ടാസ്റ്റിക്. വണ്ടിയുടെ വെളിയിറങ്ങാൻ വയ്യ, പക്ഷെ അവൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഉരുവി
വെളിയിൽ നിന്നും കൂടി ഒന്ന് കാണിക്കാം. എന്താ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു കിടക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് എന്തായാലും ഇടാം. ഇതിൻ്റെ അകത്ത് ഇനി ഇവൻ കുറേ പണികൾ ചെയ്യുന്നുണ്ട്, ഇനി ട്യൂൺ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കണക്ക് ഇപ്പോൾ ഇതിൽ വാൽട്രോണിക് അല്ല ചെയ്തേക്കുന്നത്, വേറെ സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യണം. അപ്പം അതൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ഗൈസ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു എല്ലാവരും കറുത്ത് ഏതൊക്കെയോ സ്ഥലത്ത് പോയി വീഡിയോ എടുത്ത് കുറേ വീഡിയോ കിട്ടി. ഇപ്പോൾ പരിപാടി നിർത്തി വീട്ടിൽ പോവാം. ഇല്ലടാ നബീലേ, അത് തന്നെ മതിയായി. ഇനി അടുത്ത ആഴ്ച നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് പോകുന്നു. ഇനിയിപ്പോൾ എടുത്ത ഫോണിൽ നിന്നെല്ലാം എയർ ഡ്രോപ്പ് ചെയ്ത് കുറേയൊക്കെ മേടിക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ഹോം. എല്ലാവരും കറുത്ത് നാശമായി. അപ്പോൾ ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം, ആയത്തിമർജി നബേൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി നമ്മളെ എടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ വരും. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഇനി കാണാം. ബൈ.